ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ, സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ കുറച്ച് പണികളൊക്കെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു തെച്ചി ഉണ്ടായിരുന്നു, നല്ല ഇതായി ഇങ്ങനെ വരികയാണ്. അപ്പോൾ വാഴക്ക് ചുറ്റുമില്ല പുല്ലൊക്കെ ചെത്തിയപ്പോൾ ആ കൂട്ടത്തിൽ അതും കുറച്ച് വെട്ടി അവിടെ ഇട്ടീനു കേട്ടോ. അപ്പം അങ്ങനെ കാണുമ്പോൾ അതിന് കളയാൻ തോന്നൂലല്ലേ നമുക്ക്. അതെവിടെയെങ്കിലൊക്കെ മാറ്റി കുഴിച്ചിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ ചെത്തിയ പുല്ലെല്ലാം അവിടെ തന്നെ ഇട്ടിക്കുക കേട്ടോ. വൈകുന്നേരമായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ 10 മണിയായിട്ടുള്ളൂ. എന്തോ ഒരു വെയിലാണ്, ഇവിടെ നിൽക്കൂല. വെയിലറിച്ചാൽ പിന്നെ ഇവിടെ അങ്ങനെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് ഇങ്ങോട്ട് കൂട്ടിയിട്ട് ഇങ്ങോട്ട് വാരിയിടട്ടെ, എന്നിട്ട് ഇവിടെ മുറ്റമൊക്കെ ഒന്ന് തൂക്കട്ടെ എന്ന്. അപ്പം മക്കളൊക്കെ പോയതിന് ശേഷം തന്നെ കേട്ടോ ഇവിടേക്ക് ഇറങ്ങിയിരിക്കണത്. അപ്പം അതൊക്കെ വാരി എവിടെയൊക്കെ ഒന്ന് തൂത്ത് ഇടട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല വെയിലുള്ളൊരു ദിവസമാട്ടെന്ന്. അപ്പം നിങ്ങളെ കയ്യിലൊക്കെ എങ്ങനെ ഉണ്ട്? വെയിലാണോ മഴയാണോ? ഇവിടെ വെയിലറച്ച് കഴിഞ്ഞാൽ പിന്നെ നിൽക്കില്ല. ഞാനിത് ഇവിടെ തൂത്ത് കഴിഞ്ഞപ്പോഴത്തേന് ആകെ കുഴഞ്ഞു. അങ്ങനെ അവിടുത്തെ തൂപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നമ്മളെ തക്കാളി തൈ നട്ടീന്നല്ലോ, അപ്പോൾ അതിനൊക്കെ ഒന്ന് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ചെടികളും വേണമെന്ന് നനയ്ക്കുക എന്ന് വിചാരിച്ച് ഇവിടെ തൂത്ത് റെഡിയാക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് തരാൻ ആരും മറക്കണ്ട. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ നല്ലൊരു കമൻ്റ് ഇടുകൊണ്ടു. അപ്പം അങ്ങനെ ഞാൻ ഈ ചെടിയൊന്ന് നനക്കട്ടെ കേട്ടോ. ഇനി ഇതിലൊക്കെ നല്ല വെയിലാവുകൊണ്ടേ പിന്നെ ഇന്നലെ കുഴിച്ചിട്ടതും പുതിയത് കുഴിച്ചിട്ടതും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒന്ന് നനക്കട്ടെ എന്ന് കരുതി. ഇവിടുന്ന് ഇത് കഴിഞ്ഞാണ്ട് ഇനി അകത്ത് കയറി അകത്തത്തെ എല്ലാം ഒതുങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ തൂക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇന്ന് കുറച്ച് ക്ലീനിങ്ങും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ സ്കൂള് പൂട്ടിയാലേ കുറച്ച് ദിവസത്തിന് നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ കിടക്കണമൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഇത് നമ്മളെ സിറ്റ് ഔട്ടിൽ നിന്ന് കയറുന്ന ഇവിടെ ഉള്ളൊരു ഹാളാട്ടോ, ചെറിയൊരു ഹാളാണ്. ആ ഹാളിലുണ്ട് ഇതേപോലെ ഒരു ഭിത്തി അലമാര കേട്ടോ. അപ്പം അതിൻ്റെ അകത്ത് ഗ്ലാസ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് എടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അതിലൊക്കെ പൊടി പിടിച്ചിരിക്കണം കേട്ടോ. കുറേ ദിവസമായിക്കണം അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം എന്ന് വിചാരിക്കൽ തുടങ്ങിയിട്ട്. പക്ഷേ നടക്കലില്ല, എല്ലാം കൂടി ആകുമ്പോൾ കഴിയണില്ല. അപ്പം ഇന്ന് പിന്നെ ഇവിടേക്ക് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ വിചാരിക്കാതെ നാളെ എടുക്കണം അങ്ങനെയൊന്നും വിചാരിച്ചാലും നടക്കൂല. പെട്ടെന്ന് മനസ്സിൽ തോന്നുമ്പോൾ അപ്പം തന്നെ എടുക്കുകയാണെങ്കിൽ അത് നടക്കും. അപ്പം ഞാൻ ഇന്ന് ഇവിടെ കയറി അപ്പം തന്നെ അങ്ങോട്ട് ഒക്കെ പെറുക്കി ഇങ്ങോട്ട് വെച്ച് ചിലന്തിയൊക്കെ ഒന്ന് തട്ടി നല്ലോണം ഒന്ന് തുടച്ച് ഒക്കെ ഒന്നൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത് നമ്മളെ പിന്നെ കീസ് കൊണ്ടുപോകാൻ വരുന്ന പോലെ തരുന്ന കാർഡാട്ടോ. ഇതൊക്കെ നമ്മളെ നൂഹക്കുട്ടിൻ്റെ ഓരോ കളിപ്പാട്ടങ്ങൾ ഒതുക്കി പെറുക്കി അതിലിട്ടതാണ്. അതേപോലെ അത് മേക്കപ്പ് ബോക്സാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എത്ര പെറുക്കി വെച്ച് ഒതുക്കിയാലും ഓളും പിന്നെ ശനി ഞായറും ദിവസങ്ങളിലൊക്കെ ഒതുക്കലുണ്ട്. എന്നാലും കാണാം അവിടെ അങ്ങനെ നിറയണം. പിന്നെ നമ്മളെ ഈ ഭിത്തിൻ്റെയൊക്കെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര വരക്കലും പെയിൻറ്റിങ്ങും ഒക്കെ അല്ലേ. അപ്പം അതൊക്കെ നമ്മളെ ഭിത്തിയിൽ കൂടെ ഉണ്ട് കേട്ടോ. ഞാനങ്ങനെ ചിലന്തി തട്ടട്ടെ എന്ന് വിചാരിച്ച് ചിലന്തിയൊക്കെ ഒന്ന് നല്ലോണം തട്ടിയെടുക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് നനച്ചുള്ളിപ്പണിയൊക്കെ അല്ലേ വരുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. അപ്പം ഉണ്ട് ഒരു തട്ടലും കൊട്ടലും ഒക്കെ. ചില ദിവസം നമുക്കൊരു പണി എടുക്കാൻ തോന്നൂല കേട്ടോ. അപ്പോൾ കുറേ ഇരിക്കും കിടക്കും അങ്ങനെ.
അന്നത്തെ ദിവസം പോക്കാ, ഒന്നും എടുക്കൂല. ചില ദിവസം നമുക്ക് തോന്നും എന്നൊക്കെ എടുക്കാൻ, അങ്ങനെയൊക്കെ അല്ലേ. മടിയൊക്കെ ചില ദിവസങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എഴുതിയതാണ്. അപ്പം ഇനി നമുക്കൊന്ന് ഒരു തുണി വെച്ച് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുക. പിന്നെ ഒരു ഉണങ്ങിയ തുണി വെച്ച് ഒന്നും കൂടിയും തുടച്ചെടുക്കുക. ഗ്ലാസ് ആകൊണ്ട് പെട്ടെന്നുണ്ട് തുടച്ചെടുക്കാനൊക്കെ കേട്ടോ, പെട്ടെന്ന് വൃത്തിയാവും. പിന്നെന്ന് സ്കൂള് നേരത്തെ വിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2:30 ആകുമ്പോൾ സ്കൂള് വിടും. അപ്പോഴത്തേക്കെല്ലാം ഒതുക്കും വേണം. അപ്പോൾ അങ്ങനെയൊക്കെയല്ലേ ധൃതി പിടിച്ച പണികളാട്ടോ. എന്നും 3:30 3:45 ആവും വരുമ്പോൾ. അപ്പോൾ ഇന്ന് നേരത്തെയാണ്. പിന്നെ ഈ ഗ്ലാസ്സുമ്മ ഞാൻ ഇങ്ങനത്തെ പൂവ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അതെല്ലാം ഈ മക്കൾ ഓരോന്ന് എടുത്ത് കൊണ്ടുപോയി അവിടെ ഇവിടെയൊക്കെ ഇട്ട് വെറുതെ കേടെടുത്തി കളഞ്ഞപ്പോൾ ഞാനൊരു ദിവസം ഫെവിക്കോള് വെച്ചിങ്ങാണ്ട് ഒട്ടിച്ചതാട്ടോ. അതുകൊണ്ട് ഇപ്പോൾ അത് അവിടെ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാം ഇവിടെ ഫിനിഷായിട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോസും ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും